ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ചാകാതിരിക്കാൻ ഞാൻ നോക്കും, കൊല്ലാതിരിക്കാൻ ഞങ്ങളും എന്നെങ്ങാനും പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് നെവിൻ്റെ അവസ്ഥ കാണുമ്പോൾ അതാണ് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്താകാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അയാളെ നാണം കെടുത്തി പുറത്താക്കാനാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത്രയും വളരെ നീചമായ ഒരു കാര്യമാണ് അയാൾ എല്ലാവരോടും കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അവന് സീറ്റില്ല. അവനെ ഒരുപക്ഷെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ, തിരിച്ചു കൊണ്ടുവന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ബിഗ് ബോസ് എന്ന് പുറത്താക്കാൻ, ബിഗ് ബോസിന്റെ വായ കൊണ്ട് തന്നെ നെവൻ നീ പുറത്തു പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോഴേ കിട്ടുന്ന ചില ചാനലുകളൊക്കെ പറയുന്നുണ്ട്, ചില ഓൺലൈൻ ചാനലുകളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല, ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെവിൻ എന്ന് പറയുന്നവനെ നാണം കെടുത്തിയിട്ട് പുറത്താക്കണം, നാണം കെടുത്തി പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ആൾക്കാരൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുകയാണ്, ഇത്രയും വലിയ ഒരു ക്രൂരനായ നെവിനെ അങ്ങനെ തന്നെ പുറത്താക്കണം, ഒരു കാരണവശാലും അവന് ഒരു ഇളവ് പോലും കൊടുക്കരുത്, അവനെ തിരിച്ചു കയറ്റിയത് തന്നെ വലിയൊരു തെറ്റാണ്, അവൻ ആദ്യമേ തന്നെ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, ഷാനവാസിന്റെ ഫാമിലി വന്നപ്പോഴേ ആ കുഞ്ഞ്, അതായത് ഷാനവാസിൻ്റെ മകള് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേറെ ആരെയും ഇവിടെ ഇഷ്ടമില്ല, എനിക്ക് ആകെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനെ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളെ പോലും എനിക്ക് ഇഷ്ടമില്ല. കാരണം ആ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കുഞ്ഞു മനസ്സിൽ കളങ്കമില്ല എന്നറിയാം. ആ കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം കൊണ്ടൊന്നല്ല പറയുന്നത്, നെവിൻ എന്ന് പറയുന്നവനെ അത്രക്കോളം ഇഷ്ടപ്പെട്ടു പോയി. ഏതായാലും ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നെവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ കളിക്കാം, അതായത് ഇതൊരു ഗെയിമാണ് എന്ന് കരുതിയിട്ട് ഇവനൊക്കെ കളിക്കാം, ശരിയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിൽ പോകുക, അത് മാത്രവുമല്ല ഇത്രയും മോശമായ ഒരു സീസൺ വേറെ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. അത്രയും മോശമായ സീസൺ തന്നെയാണ്. കാരണം അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നെവിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഈ വീട്ടിൽ നിന്നും സ്നേഹം കിട്ടാത്തവര് അല്ലെ ഇറക്കി വിട്ടവര്, കാരണം ഈ ഒരു പ്രതിഭാസം ഞാൻ കണ്ടിരിക്കുന്നത് ആദില നൂറമാറിൽ മാത്രമാണ്. നിവിനെ പോലെ തന്നെ വീട്ടിൽ നിന്നും ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറാൻ അറിയില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്താ പറയേണ്ടത്, സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ അറിയില്ല. അവർക്ക് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലാത്തൊരു ഭീതിയാണ്. അങ്ങനെയുള്ള ഒരു ഇതിലാണ് നെവിനും അതുപോലെ ഇവരൊക്കെ ചെന്ന് പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എന്നാണ് ഇവരുടെ ജീവിതമാകാം ഇവരിങ്ങനെയാക്കിയത്. പക്ഷേ കണ്ണിൽ ചോര എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ഒരു തുള്ളി കണ്ണീര് ആ കണ്ണിൽ നിന്നും വീണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ഒരു മനുഷ്യനെയും അയാൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അയാൾക്ക് ഒരാളെ പോലും, സ്വന്തം കൂട്ടുകാരനെ പോലും സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അയാൾ ഏത് നിമിഷം എന്ന് പറഞ്ഞാൽ ചതിക്കും എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് അടിമയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിന് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ പഠനം നടത്തേണ്ടി വരും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ചിലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. കാരണം അത്രയും ഭയങ്കരമായ മാനസികാവസ്ഥയിലുള്ളവനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കൊന്നും ഇതുപോലെ, അതായത് കുറച്ച് കഴിയുമ്പോഴൊക്കെ എല്ലാവരും അടങ്ങും. 1-2 ദിവസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പുറകെ നടക്കും, രണ്ട് ദിവസം കഴിഞ്ഞാൽ മതി വേറെ ആളുടെ പുറകെ നടക്കും. ഇങ്ങനെ ഉണ്ടാകേണ്ട ഒരു നെവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഒരാളെ തന്നെ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ട് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ടും അവിടെയുള്ള ബിഗ് ബോസ് പോലും ഒന്നും അനങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവന് കിട്ടിയ ഒരു സൗജന്യമായിട്ടാണ് അവൻ കാണുന്നത്. അതായത് ലാലേട്ടനും ഇതിനൊരു വലിയ കാരണക്കാരൻ തന്നെയാണ്. കാരണം ഇവൻ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വാണിംഗ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വാണിംഗ് ഇല്ലാതെ ഇവനൊക്കെ തോന്നിയതുപോലെയാണ് അവിടെ നടന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആ ഫാമിലിയോട് പറയാനുള്ളത്, അതായത് ആ ഫാമിലി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും ഇന്നലെ എന്ന് പറഞ്ഞ് ഇവൻ്റെ ആ പ്രകടനം കണ്ടപ്പോഴേ ആ കുഞ്ഞു മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അച്ഛനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അതാണ് ഓർമ്മ വേണ്ടത്. അപ്പോൾ ഈ നെവിൻ എന്ന് പറയുന്നവന് ഇഷ്ടപ്പെട്ടതിലും കൂടുതൽ ആ കുട്ടി വെറുത്തിട്ടുണ്ടാവില്ലേ? അതൊന്നും നീ ആലോചിച്ച് നോക്ക്. അത്രമാത്രം ക്രൂരനായിട്ടല്ലേ നെവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെ ഒരു നിമിഷം പോലും അവിടെ വെച്ചേക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കായാലും അതുപോലെ ഷാനവാസിനായി കഴിഞ്ഞാലും അനീഷിനായി കഴിഞ്ഞാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ഭീഷണി തന്നെയാണ്. പിന്നെ ഇവന്റെ കൂടെ ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്, കഴിഞ്ഞ പ്രാവശ്യം അനീഷ് ജയിലിൽ പോകുമ്പോഴേ ഒരുത്തൻ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ആരാണ്? ആര്യൻ എന്ന് പറയുന്നവൻ. ഇന്ന് അവൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, ആരും സംസാരിക്കാനില്ലാതെ ഒരു പുഴുത്ത അതിനെ പോലെ അവിടെ ഇരിക്കുമ്പോഴേ അവിടെ ഒരാൾ മാത്രമാണ് അയാളെ ആശ്വസിക്കാൻ ചെന്നത്. ആരാ? നമ്മുടെ അനീഷ് മാത്രം, വേറൊരു മനുഷ്യനല്ല. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അനീഷിനിപ്പോൾ കപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾ എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അനീഷിന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ടല്ലേ ആര്യനോട് പറഞ്ഞത്, ആര്യൻ എനിക്കൊരു എതിരാളിയാണ്. കാരണം നിന്റെ വാക്കുകൾ നീ ചില സമയത്ത് വേദനിപ്പിച്ചതായാലും നീ എനിക്കൊരു എതിരാളിയാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ഇരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു പോരാളി ഉണ്ടാകണമെങ്കിൽ ശക്തനായ എതിരാളി വേണം. പക്ഷെ ഇതുപോലെ സമനില തെറ്റിയതുപോലെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ സമനില തെറ്റിയതുപോലെ ഊണിലും ഉറക്കത്തിലും വന്ന് ശല്യം ചെയ്യുന്നവനല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസ് ഇനിയും തന്നെ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടീമുകളെ, അതായത് കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ഒളിച്ചോടി നടക്കുന്ന ഇങ്ങനെയുള്ള ടീമുകളെ, നുണ പറഞ്ഞ് ജീവിക്കുന്നവരെ നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവനെ പോലെയുള്ളവരെ ഒഴിവാക്കണം. ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോ കാണാൻ തന്നെ ഒരു ഇതുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്റെ ഒരു ഷോ അപ്പല്ലേ കാണുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇവിടെ വന്ന അന്ന് മുതൽ ഇവൻ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് പ്രേക്ഷകരുടെ. അവൻ അന്ന് ഇറങ്ങിപ്പോയപ്പോഴേ എല്ലാവരും വിചാരിച്ചാണ് ഇവന്റെ ശല്യം തീർന്നു എന്ന്. എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇവൻ ഗെയിമാണ് കളിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ആഹാരം മോഷ്ടിച്ച് തിന്നുന്നത് അവൻ്റെ ഒരു ഗെയിമാണ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവൻ്റെ ഒരു ഗെയിമാണ്, മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നത് അവൻ്റെ ഒരു ഗെയിമാണ്. പക്ഷെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വളമ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ പറയുന്ന ഇതാണ്, അല്ലമേനെ മാൻ ഇതല്ലേ ചെയ്യുന്നത് എന്ന് ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്. അത് അവനൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് അവൻ കണക്കൂട്ടുന്നത്. കാരണം ലാലേട്ടൻ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് പോലെ അവൻ ഇതെടുത്തത് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സീസണായിട്ട് ഇത് മാറിയതെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സീസണിന്റെ പോക്ക്. ഏതായാലും ഇവനെ എടുത്തവരൊക്കെ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാവും. കാരണം ഇവരെ പോലെയുള്ളവനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴേ മാനസിക നിലവരെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരാതോ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കത്തിയെടുത്ത് നടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയമായിരുന്നു, ഇവൻ ആരെങ്കിലും പോയിട്ട് കുത്തുമോ, ഇനി എന്താണ് ഇവൻ ചെയ്യുക നമുക്കറിയില്ലല്ലോ. അതായത് കത്തിയെടുത്തിട്ടൊന്നിങ്ങനെ ഇതായാൽ പോരെ എന്ന് കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ കൊള്ളുക നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം. കാരണം ഇവനൊക്കെ എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഷാനവാസിന്റെ കുടുംബത്തിന്റെ ആ ഒരു കണ്ണീരിന് സമാധാനം പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നീചമായ ഒരു പ്രവൃത്തി. ഏതായാലും ഷാനവാസ് തിരിച്ചു കയറാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. തിരിച്ചു കയറട്ടെ, ഷാനവാസ് കയറുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.